കണിക്കൊന്ന ചൂടി മേടം പടിവാതിൽക്കലെത്തി വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. വിഷുക്കാലത്ത് പടക്ക വിപണിയും സജീവമാണ്. വിഷുവിപണികളിലും പുതുമയുടെ കാലമാണ്. പച്ചക്കറിയും കണിസാധനങ്ങളുമൊക്കെ വാങ്ങാൻ നഗരത്തിലെമ്പാടും ആൾ തിരക്ക്. പടക്കങ്ങൾക്കും വിഷുക്കാലത്ത് ഡിമാൻഡ് ഏറെ. തിരുവനന്തപുരം പൂഴിക്കുന്നിലെ ആശാന്റെ കടയിൽ വിഷുവിനായി എത്തിയിരിക്കുന്നത് പുതുമ നിറഞ്ഞ പടക്കങ്ങൾ. ഇവ ഒരുക്കുന്നതാകട്ടെ വർണ്ണവിസ്മയങ്ങളുടെ പൂക്കാലം. മയിൽപ്പീലിക്കാഴ്ച ഒരുക്കുന്ന പീകോക്ക്, ട്രഡീഷണൽ ഡാൻസ്, ബാറ്റ് ആൻഡ് ബോൾ തുടങ്ങിയ വൈവിധ്യങ്ങളുടെ വലിയ നിരയുണ്ട് പൂഴിക്കുന്നിൽ. ഇത് തോക്ക്, ഇത് ബാറ്റ്. ഇത് രണ്ടും കൊച്ചുകുട്ടികളുടെയാണ്. കയ്യിൽ വെച്ച് കത്തിച്ചാണ് ഒന്നും സംഭവിക്കുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് ബാറ്റും അതുപോലെ തന്നെ ഇവിടെ കത്തിക്കുന്നത് വീട്ടിൽ പിടിച്ചാൽ മതി, വേറൊന്നും സംഭവിക്കില്ല. എല്ലാം 100 രൂപ ആ റേഞ്ച് തന്നെയല്ല. ഇത് കലത്തിൻ്റെ വേറൊരു മോഡല്. പിന്നെ ഇതിൽ തന്നെ 4-5 ഐറ്റം ഉണ്ട്. ഈ കമ്പിത്തിരി എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെടി കേൾക്കുന്നതാണ്, സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ദേഹത്തൊന്ന് വീണാൽ മുടി പോലും കരിയില്ല. പിന്നെ ഉള്ളത് വിസിൽ റോക്കറ്റ്, ഇത് പൂവുന്നിലാവ് പോലെ വീഴുന്ന കമ്പിത്തിരി, പുതിയ ഐറ്റമാണ്. പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന വിഷു തെക്കനില്ലെങ്കിലും അന്യജില്ലക്കാർ ധാരാളമായി എത്തുന്നുണ്ട്. വിഷുവിന് മാത്രമായല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പടക്കങ്ങൾ മുന്നിൽ തന്നെ. ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഒന്ന് വാങ്ങിക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർ കുറവാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലും ട്രാൻസ്പോർട്ടിലും റെയിൽവേയിലൊക്കെ ജോലി ചെയ്യുന്ന ദൂരെ, അതായത് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയയിൽ നിന്ന് കൂടുതലൊന്നും പടക്കം കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇപ്രാവശ്യം കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും. ശബ്ദത്തിന്റെ ആഘോഷം കൂടിയാണ് വിഷു. വില അല്പമൊന്ന് കടുത്താലും പടക്കമില്ലാതെ എന്ത് വിഷു? അഭിലാഷ് തൊഴുവൻകൂടിനും യദുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.